മാമേ, എൻ്റെ മോള്, എനിക്ക് എൻ്റെ മോളെ കാണണം. ഇതിപ്പോൾ ആഴ്ച 1 ഒന്ന് വിളിക്കുകയോ കാണുകയോ ചെയ്യാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് സാവിത്രിയും മാമയും പാറുമ്മയും വീട്ടിലേക്ക് വന്നയുടനെ സാവിത്രി കരച്ചിലായിരുന്നു. കാര്യം മറ്റൊന്നുമല്ല. ഇത്രയും ദിവസം മാമയും പാറുമ്മയും പറഞ്ഞുകൊടുത്ത കള്ളത്തരങ്ങൾ വിശ്വസിച്ച് ഹോസ്പിറ്റലിൽ കിടപ്പായിരുന്നു സാവിത്രി. അഭി വരുമെന്നാണ് രണ്ടുപേരും സാവിത്രിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചത്. എന്നാൽ ഇന്ന് അഭിയെ കാണാത്തതിലുള്ള നിരാശ സാവിത്രിക്ക് നന്നേയുണ്ട്. നീ ഇങ്ങനെ കരയല്ലേ, വെറുതെ വയ്യായിക വരുത്തി വയ്ക്കേണ്ട. നിന്നോട് പറഞ്ഞില്ലേ അഭി ജോലിക്ക് പോയതാണെന്ന്. ചിലപ്പോൾ അവൾക്ക് വിളിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകില്ല. അടുക്കളയിൽ നിന്ന് ചൂടുവെള്ളമായി വന്ന പാറുമ്മ സാവിത്രിയെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ പറഞ്ഞു. അവർക്കും അറിയാം ഇനിയും സാവിത്രിയുടെ മുന്നിൽ കള്ളത്തരങ്ങൾ പറഞ്ഞു പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന്. ഈ സമയം കടന്നു പോകാൻ വേണ്ടി മാത്രമുള്ള നുണകളാണ് പറയുന്നതെന്നും അവർ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ സത്യം പറയണം. ഇനിയും എന്നോട് കള്ളങ്ങൾ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിക്കാൻ നോക്കേണ്ട. എൻ്റെ മോൾ എവിടെയാ പോയിരിക്കുന്നത്? അവൾ എന്ത് ജോലിക്കാ പോയിരിക്കുന്നത്? ഇത്ര പെട്ടെന്ന് 25 ലക്ഷം രൂപ കിട്ടുവാൻ എന്ത് ജോലിയാണ് എൻ്റെ മകൾ ചെയ്യുന്നത്? എൻ്റെ ജീവിതം എൻ്റെ കൺമുന്നിലുണ്ട്. അതുപോലെ എൻ്റെ മകൾക്കുണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പറയ്, എന്തായാലും ഞാൻ കേൾക്കാൻ തയ്യാറാണ്. ആ അമ്മയുടെ വേദനകൾ അവരുടെ വാക്കുകളിൽ തങ്ങി നിന്നു. എന്തെന്നാൽ തൻ്റെ ജീവിതം പോലെ തന്നെ തൻ്റെ മകളുടെ ജീവിതവും ആയിപ്പോയാലോ? തൻ്റെ ജീവിതം പഠിപ്പിച്ച ഒരുപാട് പാഠങ്ങളുണ്ട്. സത്യമേത്, മിഥ്യ ഏതെന്നുള്ള പാഠങ്ങൾ. ഇതേസമയം സാവിത്രിയുടെ വാക്കുകൾ കേട്ട് പരസ്പരം എന്തു ചെയ്യണമെന്ന് അറിയാതെ നോക്കി നിൽപ്പാണ് മാമയും പാറുമ്മയും. എങ്ങനെ സാവിത്രിയോട് പറയും അഭി തൻ്റെ അമ്മയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം പണയം വയ്ക്കാൻ പോയതാണെന്ന്? 1 വർഷത്തേക്ക് മറ്റൊരു പുരുഷന്റെ കൂടെ ജീവിക്കാൻ പോയതാണെന്ന്? 1 വർഷത്തേക്ക് തൻ്റെ ശരീരവും മനസ്സും മറ്റൊരാൾക്ക് പണയം വെച്ചിരിക്കുകയാണെന്ന്? എന്തു പറയണമെന്നറിയാതെ രണ്ടുപേരും വിങ്ങി. പറയുന്നുണ്ടോ നിങ്ങൾ? ഇല്ലെങ്കിൽ ഞാൻ അന്വേഷിക്കും എൻ്റെ മോളെ. രോഷത്തോടെ രണ്ടുപേരെയും നോക്കി പറഞ്ഞുകൊണ്ട് കിടന്നിടത്ത് നിന്ന് എഴുന്നേക്കാൻ പോയതും പാറുമ്മ തടഞ്ഞു സാവിത്രിയെ. എനിക്കൊന്നും കേൾക്കണ്ട. എൻ്റെ മോളെ ഇപ്പോൾ എനിക്ക് ഇവിടെ കാണണം. എവിടെയാ അവൾ പോയിരിക്കുന്നത്? നമുക്ക് പോയി മോളെ കൂട്ടിക്കൊണ്ടുവരാം. ഒരു ഭ്രാന്തിയെപ്പോലെ അലറി കിടക്കയിൽ നിന്നും എഴുന്നേറ്റു സാവിത്രി. എന്നാൽ സാവിത്രിയെ തടഞ്ഞുകൊണ്ട് മാമയും പാറുമ്മയും അടുത്തു തന്നെയുണ്ട്. ഹോസ്പിറ്റലിൽ വെച്ച് അഭി പോകാനുണ്ടായ സാഹചര്യം മുഴുവൻ സാവിത്രിക്ക് പറഞ്ഞു കൊടുത്തു. അഭി ഇപ്പോൾ എവിടെയാണെന്നും അവൾ എന്തിനാ പോയിരിക്കുന്നതെന്നും ഇനിയും സാവിത്രിയുടെ മുന്നിൽ മറച്ചു വെക്കാൻ കഴിയില്ലെന്ന് രണ്ടുപേരും മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾക്ക് തടയാമായിരുന്നില്ലേ എൻ്റെ കുട്ടി ഇങ്ങനെയൊരു അവിവേകം കാണിക്കുമ്പോൾ? കരഞ്ഞു തളർന്ന മുഖത്തോടെ സാവിത്രി തന്നെ പിടിച്ചു നിൽക്കുന്ന രണ്ടുപേരെയും നോക്കി. എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? അവൾക്ക് വേണ്ടിയല്ലേ ഞാൻ ഇത്രയും കാലം ചത്തു ജീവിച്ചത്? എന്നിട്ട് അവൾ അവളെ തന്നെ വിൽക്കുകയാണോ? അതും ഈ നശിച്ച ജന്മത്തിനു വേണ്ടി? ഇതിലും ഭേദം ഞാൻ മരിക്കുകയായിരുന്നു. തലതല്ലി കരയുന്ന സാവിത്രിയെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് മാമയ്ക്കും പാറുമ്മയ്ക്കും അറിയുന്നുണ്ടായിരുന്നില്ല. സാവിത്രി ചോദിച്ചതെല്ലാം ന്യായമാണ്. പക്ഷേ സാവിത്രി മനസ്സിലാക്കുന്നില്ല, ഈ ലോകത്ത് അഭിക്ക് ആകെയുള്ളത് തൻ്റെ അമ്മയാണെന്ന്. തൻ്റെ അമ്മയ്ക്ക് വേണ്ടി അവൾ ഏതറ്റം വരെയും പോകുമെന്ന്. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? വാ, നമുക്ക് പോയി മോളെ കൂട്ടിക്കൊണ്ടുവരാം. പറയുന്നതിനോടൊപ്പം രണ്ടുപേരെയും വലിച്ചു കൊണ്ടുപോകാൻ സാവിത്രി ശ്രമിച്ചു. എന്നാൽ അത് തടയുകയായിരുന്നു മാമ. മാമ തടഞ്ഞതും എന്താ എന്ന അർത്ഥത്തിൽ സാവിത്രി മാമയെ കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ നോക്കി. നിന്റെ കയ്യിൽ അവർക്ക് കൊടുക്കാനുള്ള 25 ലക്ഷം രൂപയുണ്ടോ? ആ പണം നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ അഭിയെ കൂട്ടിക്കൊണ്ടുവരാം. മാമയ്ക്ക് മറ്റൊന്നും പറയാനുണ്ടായിരുന്നില്ല സാവിത്രിയോട്. എന്തെന്നാൽ സത്യാവസ്ഥ അതാണ്. 25 ലക്ഷം രൂപ അഭിയുടെ ജീവിതത്തിന്റെ വില. പറയുന്ന മാമയുടെ വാക്കുകൾ നിർജീവമുണ്ട്. ഒന്നും കഴിയാത്തതിലുള്ള അമർഷമുണ്ട്. പക്ഷേ സാഹചര്യമാണ് മനുഷ്യനെ പലതും ചെയ്യിപ്പിക്കുന്നതും ചിന്തിപ്പിക്കുന്നതും. ഇതേ സമയം പുറത്തേക്ക് പോകാൻ നിന്ന സാവിത്രി തരിച്ചു നിന്നു. 25 ലക്ഷം പോയിട്ട് 25 രൂപ പോലും തൻ്റെ കയ്യിൽ ഇപ്പോൾ എടുക്കാനില്ല. മാമയുടെ വാക്കുകൾ ആ ഹൃദയത്തെ കീറിമുറിച്ചു. 25 ലക്ഷം രൂപ, തൻ്റെ ഈ ശരീരത്തിന്റെ വില, തൻ്റെ മകളുടെ ജീവിതത്തിന്റെ വില. ആ അമ്മയ്ക്ക് എന്തു ചെയ്യണമെന്ന് അറിയാതെ അവിടെ തളർന്നിരുന്നു. തന്നെപ്പോലെ തൻ്റെ മകളുടെ ജീവിതവും നശിക്കുകയാണ്. ഒന്നും ചെയ്യാൻ കഴിയാതെ ആ അമ്മ പൊട്ടിക്കരഞ്ഞു. ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്ന് പോലും ആ അമ്മ ആശിച്ചു. തൻ്റെ മകൾ, അതുമാത്രമായിരുന്നു അമ്മയുടെ മനസ്സ് മുഴുവൻ. ഒരാഴ്ച കൊണ്ട് അഭിയുടെ ജീവിതത്തിൽ പ്രത്യേക മാറ്റങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാവിലെ ഓഫീസിൽ പോകുന്ന ഹർഷൻ, വൈകുന്നേരം വന്ന എല്ലാവരുടെയും മുന്നിൽ പ്രകടനം മാത്രമാണ്. റൂമിലെത്തിയാൽ ഹർഷൻ ബെഡിലേക്കും അവൾ സോഫയിലേക്കും ചുരുങ്ങും. മറ്റുള്ളവരുടെ മുന്നിൽ വച്ച് മാത്രം സംസാരം. രണ്ടുപേരുടെയും ജീവിതം ഈ ഒരാഴ്ച ഇങ്ങനെ പോയി. അതിനിടയിൽ ചെറിയൊരു അറ്റാച്ച്മെന്റ് നന്ദിനിക്ക് അഭിയോട് തോന്നി. എന്തെന്നാൽ ഹർഷന്റെ താക്കീതായിരുന്നു അമ്മയോടല്ലാതെ മറ്റൊരാളോടും കൂടുതൽ അടുക്കാൻ പാടില്ലെന്ന്. ആദ്യമാദ്യം നന്ദിനിയോട് അടുക്കാനും
അഭി തയ്യാറായിരുന്നില്ല. പിന്നീട് മുഷിപ്പ് കൂടിയത് അനുസരിച്ച് നന്ദിനിയോടെങ്കിലും സംസാരിക്കാൻ അവൾ മുതിർന്നു. 2 ദിവസം പൂജയുണ്ടായിരുന്നു അവൾക്കൊരു കൂട്ടിന്. എക്സാം ടൈം ആയതുകൊണ്ട് അവൾ ഹോസ്റ്റലിലേക്ക് മാറി. മീനാക്ഷിയോടും മാധവനോടും പറയുന്നതിനു മാത്രം ഉത്തരം നൽകി. ആരോടും അടുക്കുവാനും അവൾക്ക് തോന്നിയില്ല. കാരണം മറ്റൊന്നുമല്ല, താൻ എല്ലാവരെയും വഞ്ചിക്കുകയാണോ? ഹർഷന്റെ ഭാര്യയോടുള്ള സ്നേഹം അവൾക്ക് ബാധ്യതയായി തോന്നുന്നു. ദിവസങ്ങൾ അവൾ തള്ളി നീക്കുകയാണ്. തൻ്റെ അമ്മയെ ഒന്ന് കാണുവാൻ അവൾ ആഗ്രഹിക്കുന്നു. അമ്മയുടെ ശബ്ദം കേൾക്കാൻ കൊതിക്കുന്നു. പക്ഷേ എങ്ങനെ? തൻ്റെ ഈ ആവശ്യം ഹർഷനെ അറിയിക്കും. അഥവാ താൻ തൻ്റെ ആവശ്യം പറഞ്ഞാൽ ഇഷ്ടമായില്ലെങ്കിലോ? 1 വർഷക്കാലം തനിക്കായി ഒരഭിപ്രായമില്ലെന്ന് എഗ്രിമെന്റിൽ പറഞ്ഞതാണ്. അത് താൻ തെറ്റിച്ചാൽ എന്തു ചെയ്യണമെന്നറിയാതെ അവൾ ഓരോ ദിവസവും തള്ളി നീക്കി. ഒരാഴ്ച കഴിഞ്ഞുള്ള ഒരു ദിവസമാണ് നന്ദനത്തിലേക്ക് ഒരു അതിഥി വന്നെത്തിയത്. 52-നോടടുക്കുന്ന പ്രായം. ഇപ്പോഴും മുഖത്ത് നല്ല ചുറുചുറുക്കുണ്ട്. വാതിൽ തുറന്നത് അഭിയായിരുന്നു. എന്തെന്നാൽ മീനാക്ഷിയും മാധവനും പുറത്തു പോയതിനാൽ അവളല്ലാതെ മറ്റൊരാളും ആ വീട്ടിൽ വാതിൽ തുറന്നു കൊടുക്കുവാൻ ഉണ്ടായിരുന്നില്ല. ജോലിക്കാരികൾക്കാണെങ്കിൽ ഡൈനിങ് ടേബിളിന്റെ ഇപ്പുറത്തേക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല വരുവാൻ. വാതിൽ തുറന്നതും പുതിയ അതിഥിയെ കണ്ട് അവൾക്ക് സംശയമായി. ഒപ്പം എവിടെയോ ഈ മുഖം കണ്ടു മറന്നതുപോലെയും അവൾക്ക് തോന്നി. അതേ അവസ്ഥ തന്നെയായിരുന്നു അവളുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കും. മറന്നുപോയ ഏതോ മുഖം അഭിയിൽ അയാൾ കണ്ടു. ഹർഷന്റെ വൈഫല്ലേ? നിറഞ്ഞ പുഞ്ചിരിയോടുകൂടിയുള്ള ചോദ്യം. അവൾ അതേന്ന് തലയാട്ടുകയും ചെയ്തു. ഞാൻ മീനാക്ഷിയുടെ ഏട്ടനാണ്. മോൾ എന്നെ ആദ്യമായിട്ടായിരിക്കുമല്ലേ കാണുന്നത്? ആ പുഞ്ചിരി ഇപ്പോഴും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ട്. ഇതേ സമയം മീനമ്മയുടെ ഏട്ടനാണെന്ന് പറഞ്ഞതും അവൾ വാതിൽപ്പടിയിൽ നിന്ന് മാറി നിന്നു. അദ്ദേഹത്തെ അകത്തേക്ക് ക്ഷണിക്കുകയായിരുന്നു അവൾ. ഇവിടെ ആരുമില്ലേ? അല്ലെങ്കിൽ മീനുവായിരുന്നല്ലോ വാതിൽ തുറക്കേണ്ടത്? അകത്തേക്ക് കയറുന്നതിനോടൊപ്പം ചുറ്റും നോക്കിക്കൊണ്ട് അദ്ദേഹം ചോദിച്ചു. ഇല്ല, മറ്റൊന്നും അവൾ പറഞ്ഞില്ല. അഥവാ താൻ എന്തെങ്കിലും പറഞ്ഞാൽ അബദ്ധമായി പോയാലോ? അതുമല്ല, പുറകെ വരുന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അവളുടെ കയ്യിലും ഉണ്ടായിരുന്നില്ല. പുതിയ ആളാണ്, അപ്പോൾ പുതിയ ചോദ്യങ്ങളും പ്രതീക്ഷിക്കാം. എവിടെ പോയി? ഞാൻ വിളിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല. പുഞ്ചിരി മാറി ആ മുഖത്ത് സംശയം നിഴലിച്ചു. അറിയില്ല, എന്നോട് പറഞ്ഞില്ല. 2 പേരും പോയതാണ്. താഴെ നോക്കിയുള്ള അവളുടെ മറുപടി. തണുത്തതെന്തെങ്കിലും എടുക്കാൻ പറയുമോ മോളെ? നല്ല ചൂട്. വീണ്ടും അതേ പുഞ്ചിരിയോടെ അദ്ദേഹം അവളോട് പറഞ്ഞതും അവൾ ഒന്ന് മൂളിക്കൊണ്ട് അദ്ദേഹത്തെ നോക്കി അടുക്കള ഭാഗത്തേക്ക് നടന്നു. ഇതേ സമയം അദ്ദേഹം ഓർക്കുകയായിരുന്നു അർജുൻ പറഞ്ഞത്. ഹർഷൻ ഈ അവസരത്തിൽ ഒരു കല്യാണം കഴിക്കില്ല. അതും പ്രണയ കല്യാണം. ഇതിനു പിന്നിൽ അവന് മറ്റെന്തോ ഉദ്ദേശമുണ്ട്. അതുമല്ല, അച്ഛൻ ആ കുട്ടിയെക്കുറിച്ച് പറഞ്ഞ വിവരമനുസരിച്ച് ഞാൻ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരു കുട്ടി ആ ഭാഗത്തുള്ളതായി എനിക്ക് വിവരം കിട്ടിയില്ല. അപ്പോൾ തന്നെ ഇതിലെന്തോ കള്ളത്തരമുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. സമയമാകുമ്പോൾ അവനോട് നേരിട്ട് ചോദിക്കാം. അഭിയുടെ പതിഞ്ഞുള്ള നിൽപ്പും നോട്ടവും കാണുമ്പോൾ അർജുന്റെ വാക്കുകളാണ് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്. ഏട്ടൻ ഇത്ര പെട്ടെന്ന് വന്നുവോ? കയ്യിൽ കുറച്ച് കവറുകളുമായി വാതിൽ കടന്ന് അകത്തേക്ക് വരികയായിരുന്നു മീനാക്ഷി. മീനാക്ഷിയുടെ ശബ്ദം കേട്ടതും അദ്ദേഹം പുറകിലേക്ക് തിരിഞ്ഞു മീനാക്ഷിയെ നോക്കി. ആ, ഇതിനിടയിൽ നീ എവിടെയാ പോയത്? കുറച്ചു മുൻപ് വരെ വിളിക്കുമ്പോൾ നീ ഇവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? ഒന്നും പറയണ്ട എൻ്റെ ഏട്ടാ. മാധവേട്ടൻ്റെ ഫ്രണ്ട് ഒരു കട തുടങ്ങിയില്ലേ, അവിടെ പോയതാ. ദാ കുറച്ച് ഡ്രസ്സുകളും എടുത്തു. പോയില്ലെങ്കിൽ വല്ലായ്മ തോന്നിയാലോ എന്ന് കരുതിയാണ് വേഗം പോയത്. എന്നിട്ട് മാധവൻ എവിടെ? സംശയത്തോടെ മീനാക്ഷിയുടെ പുറകിലേക്ക് അദ്ദേഹം നോക്കിക്കൊണ്ട് ചോദിച്ചു. മാധവേട്ടൻ കുറച്ച് കഴിഞ്ഞ് വരും. ഞാനൊരു ടാക്സി വിളിച്ചിങ്ങ് പോന്നു. ഏട്ടൻ ഇരിക്ക്, ഞാനിപ്പോൾ വരാം, മീനാക്ഷി പറഞ്ഞുകൊണ്ട് കയ്യിലെ കവറുകളുമായി അവരുടെ റൂമിലേക്ക് പോയി. മീനാക്ഷി അകത്തേക്ക് പോയതും ഒരു ഗ്ലാസ് ജ്യൂസുമായി അഭി രാജേന്ദ്രന്റെ അടുത്തേക്ക് വന്നതും ഒരുമിച്ചായിരുന്നു. ജ്യൂസ്. പതിഞ്ഞുള്ള അവളുടെ ശബ്ദം. അഭിയുടെ ശബ്ദം കേട്ടതും അദ്ദേഹം അവളെ നോക്കിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ജ്യൂസ് വാങ്ങി. ഹർഷൻ. ജ്യൂസ് വാങ്ങുന്നതിനോടൊപ്പം അദ്ദേഹം ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഹർഷനെക്കുറിച്ച്. ചോദിക്കുന്നത് വെറുതെയാണ്, അഭിയുടെ മുഖഭാവം നോക്കുവാൻ വേണ്ടി മാത്രം. എന്തെന്നാൽ അർജുൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. എല്ലാവരെയും പൊട്ടം കളിപ്പിക്കുകയാണോ എന്ന് നോക്കേണ്ടേ? അതിനു വേണ്ടിയും കൂടിയാ രാജേന്ദ്രന്റെ ഈ വരവ്. എന്നാൽ ഹർഷനെ ചോദിച്ചതും അവൾ ഒന്ന് പരുങ്ങാതിരുന്നില്ല. എന്തു പറയും? ഓഫീസിൽ പോയി എന്ന് പറഞ്ഞാലോ? അല്ലെങ്കിൽ എവിടെയാ പോയിരിക്കുന്നത്? വിളിച്ചു ചോദിച്ചാലോ? പെണ്ണിന്റെ തലയ്ക്ക് ചുറ്റും 1000 ചോദ്യങ്ങൾ കടന്നുപോയി. എന്നാൽ അവളുടെ മനസ്സ് മുഴുവൻ അവളുടെ മുഖത്ത് പ്രകടമാകുന്നുണ്ട്. ഇതേ സമയം ജ്യൂസ് കുടിക്കുന്നുണ്ടെങ്കിലും രാജേന്ദ്രൻ ശ്രദ്ധിക്കുന്നത് അഭിയുടെ ഭാവമാറ്റങ്ങളാണ്. ഒരേ സമയം മിന്നിമാറുന്ന ഭാവങ്ങൾ. താൻ ചോദിക്കുന്നതിന് പേടിയോടെ മറുപടി തരുന്നവൾ. കൈകൾ രണ്ടും ചുരുട്ടിപ്പിടിച്ച് തൻ്റെ ഭയം അടക്കി നിർത്തുന്നവൾ. ഹർഷനെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഭയത്തോടെ പിന്മാറുന്നവൾ. അവളെ ആകമാനം വീക്ഷിക്കുകയാണ് രാജേന്ദ്രൻ.
ഒപ്പം അർജുൻ പറയുന്നതിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ടെന്നും അദ്ദേഹം മനസ്സിലാക്കുന്നു. ആഹാ, മോള് ജ്യൂസ് കൊണ്ടുവന്ന് കൊടുത്തോ? ഡ്രസ്സ് മാറി റൂമിൽ നിന്ന് മീനാക്ഷി വന്നതും കണ്ടത് ജ്യൂസ് കുടിക്കുന്ന രാജേന്ദ്രനെയും അടുത്ത് നിൽക്കുന്ന അഭിയെയുമാണ്. മീനാക്ഷിയെ കണ്ടതും അഭിക്ക് എന്തിനോ ധൈര്യം തോന്നി. ഒപ്പം മനസ്സ് ശാന്തമാകുകയും ചെയ്തു. എന്തെന്നാൽ ഇദ്ദേഹത്തിൻ്റെ മുന്നിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ ചോദ്യങ്ങൾക്ക് പറയാൻ മറുപടിയില്ല. പെട്ടെന്ന് തനിച്ചാക്കി അകത്തേക്ക് പോയാൽ തന്നെക്കുറിച്ച് എന്തെങ്കിലും കരുതിയാലോ എന്ന് കരുതി മാത്രമാണ് അവൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിൽക്കുന്നത്. മീനാക്ഷിയെ കണ്ടതും അവൾ മെല്ലെ അവിടെ നിന്ന് നീങ്ങാൻ തുടങ്ങിയതും രാജേന്ദ്രൻ വീണ്ടും അവളെ നോക്കിയതും ഒരുമിച്ചായിരുന്നു. രാജേന്ദ്രൻ്റെ നോട്ടം കണ്ടതും പെണ്ണ് നീങ്ങുന്നിടത്ത് നിന്നും സ്റ്റോപ്പായി. എന്തെന്നാൽ രാജേന്ദ്രൻ്റെ കണ്ണിലെ ഭാവം അവളെ പേടിയിലാഴ്ത്തുന്നു. സംശയത്തോടെയുള്ള അദ്ദേഹത്തിൻ്റെ നോട്ടം, സംസാരം, പെണ്ണ് ഓരോ നിമിഷവും ഉരുകിത്തീരുന്നത് പോലെ. ഇതേ സമയമാണ് പുതിയൊരു മുഖം പുറത്തുനിന്നും അകത്തേക്ക് കടന്നു വന്നത്. വന്നയാളെ കണ്ടതും മീനാക്ഷിയുടെ മുഖം പൂത്തുവിടർന്നു. അതേ പുഞ്ചിരി രാജേന്ദ്രൻ്റെ മുഖത്തുമുണ്ട്. എന്തെന്നാൽ അഭിയുടെ മുഖത്ത് മാത്രം ഭയമായിരുന്നു. ഈ വന്നയാളിൽ നിന്നും താൻ എങ്ങനെ രക്ഷപ്പെടും? വന്നയാളുടെ ചോദ്യങ്ങൾക്ക് എങ്ങനെ മറുപടി നൽകും? ഹർഷൻ വന്നിരുന്നെങ്കിലെന്ന് അവൾ ആദ്യമായി ആശിച്ചുപോയി. മോനെ അർജു! വാതിലും കടന്ന് അകത്തേക്ക് വന്നവനെ മീനാക്ഷി ഓടിപ്പോയി പുണർന്നു. അമ്മയോട് പറഞ്ഞില്ലല്ലോ മോൻ ഇവിടേക്ക് വരുന്നുണ്ടെന്ന്. എത്ര നാളായി അമ്മ മോനെ കാണാതെ. മോൻ വരുന്നത് പറഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കാമായിരുന്നു. അർജുൻ്റെ മുന്നിൽ തൻ്റെ പരാതിപ്പെട്ടി സ്നേഹത്തോടെ അഴിച്ചു വെക്കുകയാണ് മീനാക്ഷി. സ്വപ്നത്തിൽ പോലും നനച്ചതല്ല അർജുൻ നന്ദനത്തിലേക്ക് വരുമെന്ന്. അതിനാണ് ഇപ്പോൾ മാറ്റം വന്നിരിക്കുന്നത്. ഒരുപാട് തവണ താനും മാധവേട്ടനും നന്ദനത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിച്ചതാണ്. പക്ഷേ അപ്പോഴൊക്കെ തൻ്റെ ലക്ഷ്യം നിറവേറ്റിയേ ഇവിടേക്ക് വരുമെന്ന് അർജുൻ കൽപ്പിച്ചു പറഞ്ഞു. അതുകൊണ്ട് തന്നെ പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾ രണ്ടുപേരും അർജുനോട് സംസാരിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോഴുള്ള വരവ് അത് മീനാക്ഷിയെ അത്ഭുതപ്പെടുത്തി. എൻ്റെ അമ്മേ, വല്യമ്മാമ വിളിച്ചതുകൊണ്ട് വന്നതാണ്. അതുമല്ല, എനിക്ക് ഇവിടെ ഒരു ക്ലയൻറ്റിനെ കാണാനുമുണ്ട്. കുടിക്കാനും കഴിക്കാനുമൊന്നും എനിക്ക് സമയമില്ല. എവിടെ നമ്മുടെ പുതിയ കഥാപാത്രം? മീനാക്ഷിയോട് പറയുന്നതിനോടൊപ്പം ഹർഷൻ്റെ ഭാര്യയെ കാണാനും അവന് താല്പര്യം തോന്നി. ദേ, അഭി നിൽക്കുന്ന ഭാഗത്തേക്ക് മീനാക്ഷി വിരൽ ചൂണ്ടി. അതേസമയം തന്നെ അർജുൻ അഭിയെ നോക്കുകയും ചെയ്തു. അതുപോലെ തന്നെയായിരുന്നു അഭിയും. രണ്ടുപേരുടെയും കണ്ണുകൾ ഇടഞ്ഞതും അവൻ്റെ മുഖത്തു നിന്നും നോട്ടം മാറ്റിയിരുന്നു പെണ്ണ്. പുഞ്ചിരിയോടെ അവൻ അഭിയുടെ അടുത്തേക്ക് നടന്നു. ഹലോ, ഐ ആം അർജുൻ മാധവൻ. കൂടുതൽ പറയണ്ടല്ലോ, ഈ നിൽക്കുന്ന മീനാക്ഷിയുടെയും മാധവൻ്റെയും മൂത്ത സന്താനം. ബൈ ദ ബൈ, വാട്ട്സ് യുവർ നെയിം? സ്വയം പരിചയപ്പെടുത്തിയതും അവൻ അഭിയെ പരിചയപ്പെടുത്താൻ തുടങ്ങി. അഭിനയ പതിഞ്ഞ ശബ്ദത്തോടെ തൻ്റെ പേര് പറഞ്ഞു. അഭിനയ, നൈസ് നെയിം. എവിടെ തൻ്റെ ഹസ്ബൻഡ്? ചെക്കൻ പെണ്ണിനെ വിടാൻ ഭാവമില്ല. ഓഫീസിൽ പോയിരിക്കുകയാണ്. അവനിൽ നിന്ന് വരുന്ന ഓരോ ചോദ്യങ്ങൾക്കും മറുപടി പറയുമ്പോൾ പെണ്ണ് വല്ലാതെ വിയർക്കുന്നു. ആ അഭിനയ, സോറി. അഭി കണ്ണൂർക്കാരിയല്ലേ? അല്ല, അച്ഛൻ അങ്ങനെ പറഞ്ഞതൊരു ഓർമ്മ. ഈ അല്പസമയം കൊണ്ട് പെണ്ണ് ആകെ വിയർത്തൊലിച്ചു. ഷോളിൽ കൈവിരലുകൾ ചുരുട്ടിപ്പിടിച്ച് ഭയം അടക്കി പിടിക്കുകയായിരുന്നു പെണ്ണ്. അവൻ്റെ സംസാരവും നോട്ടവും പെണ്ണിനെ ഭയത്തിലാഴ്ത്തുന്നു. കണ്ണൂർ എനിക്കറിയാവുന്ന നാടാണ്. അവിടെ എവിടെയാണ്? അർജുൻ വിടാൻ ഭാവമില്ല. വീണ്ടും അവൻ ചോദ്യങ്ങൾ തുടർന്നു. ഇതേ സമയം അവൻ അവളെ നോക്കിക്കാണുകയാണ്. തൻ്റെ മുന്നിൽ നിന്ന് കള്ളം പറയുകയാണ് പെണ്ണെന്ന് അവന് 100% ഉറപ്പുണ്ട്. അതേസമയം അഭിയെ കണ്ടപ്പോൾ അവൻ്റെ കണ്ണുകൾ തിളങ്ങാതെയും ഇരുന്നില്ല. ഒരു സുന്ദരി കൊച്ചു. അവളുടെ പിടയുന്ന മാൻമിഴികൾ പോലും അവൻ്റെ കണ്ണുകൾ ചെന്നെത്തി. വിറയ്ക്കുന്ന അതരങ്ങളും പതിഞ്ഞുള്ള ശബ്ദങ്ങളും. എന്തിന്? കുറച്ച് നിമിഷങ്ങൾ കൊണ്ട് അവളുടെ ഓരോ കണികകളും അവൻ കണ്ണുകൾ കൊണ്ട് ഒപ്പിയെടുത്തു. ഡോ, തന്നോടാ ചോദിക്കുന്നത്. കണ്ണൂരിൽ എവിടെയാ? മറുപടി പറയാതെ താഴോട്ട് നോക്കി നിൽക്കുന്നവളെ അവൻ വിരൽ ഞൊടിച്ചു വിളിച്ചുകൊണ്ട് അവൻ വീണ്ടും ചോദിച്ചു. എന്നാൽ അവന് നൽകാൻ അവളുടെ കയ്യിൽ ഉത്തരമുണ്ടായിരുന്നില്ല. എന്ത് പറയും? കണ്ണൂരെന്ന് കേട്ടിട്ടുണ്ട്, അല്ലാതെ അവിടുത്തെ ചെറുപ്രദേശം പോലും അവൾക്ക് അറിയില്ല. അതുമല്ല, ഹർഷൻ മറ്റുള്ളവരോട് എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പെണ്ണിനെ അറിയത്തുമില്ല. എന്തു പറയണമെന്ന് അറിയാതെ അവൾ ആകെ വിളറി വെളുത്തു. എന്നാൽ അവൾക്ക് ആശ്വാസമേകാൻ എന്ന പോലെ അകത്തേക്ക് അവൻ കടന്നു വന്നു. വല്യമ്മാമ എപ്പോൾ എത്തി? അകത്തേക്ക് കയറിയതും രാജേന്ദ്രനെ കണ്ടയുടനെ ഹർഷൻ ചോദിച്ചു. എന്നാൽ ഹർഷൻ്റെ ശബ്ദം കേട്ടതും അഭിയുടെ മുന്നിൽ നിന്ന് അർജുൻ തിരിഞ്ഞ് ഹർഷനെ നോക്കി. അതേസമയം ഹർഷനും അർജുനെ കണ്ടു. ഇതിനിടയിൽ രക്ഷപ്പെട്ടതുപോലെയായി അഭി. കുറച്ച് നിമിഷം കൊണ്ട് തന്നെ പെണ്ണ് ആകെ തളർന്നുപോയി. ഇനിയും തന്നെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ കഴിയില്ലെന്ന് പോലും അവൾക്ക് തോന്നിയിരുന്നു. ഹർഷനെ കണ്ടതും മനസ്സിൽ ആശ്വാസം കടന്നു വരുന്നത് അവൾ അറിയുന്നുണ്ട്. ഇനിയുള്ള ചോദ്യങ്ങൾക്കൊക്കെ ഹർഷൻ മറുപടി നൽകുമെന്ന് അവൾക്കറിയാം.
ഒപ്പം ഇനി അങ്ങോട്ട് എന്താണെന്ന് ഹർഷനോട് വ്യക്തമായി ചോദിച്ചറിയണമെന്നും അവൾ തീരുമാനിച്ചു. എന്താ അച്ചു, കല്യാണം കഴിഞ്ഞാൽ നമ്മളെയൊക്കെ വിവരം അറിയിക്കേണ്ടേ? തന്നെ നോക്കി നിൽക്കുന്ന ഹർഷന്റെ അടുത്തേക്ക് അർജുൻ നടന്നു. ഒപ്പം പരാതി പോലെ ചോദിക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ ചോദ്യത്തിൽ എവിടെയൊക്കെയോ പരിഹാസമുണ്ടെന്ന് ഹർഷന് തോന്നി. അതുമല്ല, ഇവന്റെ ഇപ്പോഴുള്ള ഈ വരവ് എന്തിനാണെന്നും ഹർഷന് മനസ്സിലായില്ല. എന്തായാലും തനിക്കിട്ട് പാര വയ്ക്കാനാണെന്ന് ഉറപ്പ്. അതുമല്ല, താനും അഭിനയും തമ്മിലുള്ള നാടകം എന്തായാലും ഇവൻ കണ്ടുപിടിക്കും. ഇപ്പോൾ ഉടക്കുന്നത് അത്ര ബുദ്ധിയല്ലെന്ന് ഹർഷന് തോന്നി. അതുകൊണ്ട് തന്നെ അർജു ചോദിച്ചതിന് സൗമ്യമായി മറുപടി പറയാൻ ഹർഷൻ തയ്യാറായി.